First question, the main object of forming a cooperative society. Option A, comply cooperative principles. Option B, economic welfare of members. Option C, provide loan or consumer goods to members. Option D, create employment opportunities. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയർസിന് വേണ്ടിയിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ, മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ഓഫ് കേരള. ഓപ്ഷൻ ബി, മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് കേരള. ഓപ്ഷൻ സി, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഓപ്ഷൻ ഡി, മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ. ആൻസർ ഓപ്ഷൻ സി, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. നമുക്കിനി കേപ്പുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിൻറ്റ്സും കൂടെ നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചത് ചെയർമാൻ ഓഫ് കേപ്പ് ആണ്. ചെയർമാൻ ഓഫ് കേപ്പ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ്. അപ്പോൾ കേപ്പിൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. കേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറും ഹെഡ് ക്വാർട്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേപ്പിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1999. ഇതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോം നമ്പർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഗഹാൻ. ഓപ്ഷൻ എ, ഫോം 8A. ഓപ്ഷൻ ബി, ഫോം 8C. ഓപ്ഷൻ സി, ഫോം 8B. ഓപ്ഷൻ ഡി, ഫോം 8D. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഫോം 8A. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷനും റൂളും. എന്താണ് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷൻ? ഗഹാനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 36A, റൂള് 51A. അടുത്ത ക്വസ്റ്റ്യൻ, 1 man 1 vote പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഓപ്ഷൻ എ, മിൻറ്റോ മോർലി. ഓപ്ഷൻ ബി, ഗോർവാല. ഓപ്ഷൻ സി, മക്ലഗൻ. ഓപ്ഷൻ ഡി, മോണ്ടേഗ് ചെംസ്ഫോർഡ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മക്ലാൻ കമ്മിറ്റി. മക്ലാൻ കമ്മിറ്റിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ 1 man 1 vote പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മക്ലഗൻ്റെ റെക്കമെൻഡേഷൻ ആണെന്ന് നമുക്ക് പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ എന്താണ്, ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് മക്ലഗൻ കമ്മിറ്റി. ഈ 2 പോയിന്റ് നമുക്ക് ഇവിടെ ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഓപ്ഷൻ എ, ഓണർ. ഓപ്ഷൻ ബി, ഓഫീസർ. ഓപ്ഷൻ സി, അഡ്വൈസർ. ആൻഡ് ഓപ്ഷൻ ഡി, എംപ്ലോയീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആക്ട് ആൻഡ് റൂളിൽ പഠിച്ചിട്ടുണ്ട്. ഡെഫിനിഷനിൽ, ഓഫീസറിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഫീസറാണ് പ്രസിഡന്റ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓഫീസർ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മളിപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നോക്കി. ഓഗസ്റ്റ് 25-ന് CSEB എക്സാം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ PYQ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് അതിനും കൂടെ ഉപകാരപ്പെടും. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും പഠിക്കുന്ന സമയത്ത് മാക്സിമം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സും കൂടെ ചേർത്ത് പഠിക്കാൻ നോക്കാം. PYQ റിലേറ്റഡ് ക്ലാസ്സസും സിലബസ് റിലേറ്റഡ് ക്ലാസ്സസും CSEBക്ക് വേണ്ടിയുള്ള ക്ലാസ്സസും ഇനി വരുന്ന ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.